ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 20th ലിറ്ററേച്ചർ ഓഫ് ദ ലേറ്റ് 20th ആൻഡ് 21st സെഞ്ചുറിയിലെ ഫസ്റ്റ് പോവമാണ് കേട്ടോ. ഡെനിസ് റൈലിയുടെ പാസ്ട്രൽ എന്നുള്ള പോവമാണ് പഠിക്കാനുള്ളത്. ഡെനിസ് റൈലി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ റൈറ്ററാണ്. അവരുടെ പോയമാണ് പാസ്റ്ററൽ. അപ്പോൾ ഇത് പേര് സജസ്റ്റ് ചെയ്യുന്ന കണക്ക് തന്നെ ഇതൊരു പാസ്റ്ററൽ പോയമാണ്. പാസ്റ്ററൽ പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്? ഒരു ഷെപ്പേർഡ്സിനെ കുറിച്ച് പറയുന്ന ടൈപ്പ് ഓഫ് പോയമിനെയാണ് നമ്മൾ പാസ്റ്ററൽ പോയം എന്ന് പറയുന്നത്. അതായത് ഷെപ്പേർഡ്സിനെ കുറിച്ച്, ഫാമേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഷെപ്പേർഡ്സിനെ കുറിച്ച് പറയുന്ന പോയമാണ് പാസ്റ്ററൽ പോയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെനിസ് റൈലിയെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെനിസ് റൈലിയുടെ വർക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവരിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് കേട്ടോ എന്നാണ് തോന്നുന്നത് മിസ്സിന്. അവരൊരു എസ്സേയിസ്റ്റ് ആണ്, എസ്സേ എഴുതുന്ന സ്ത്രീയാണ്, പോയറ്റാണ്, ടീച്ചറാണ്, എഡിറ്ററാണ്. അവരുടെ പോയത്തിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോയവും, അതായത് പോയട്രിയിൽ അല്ലെങ്കിൽ അവരുടെ വർക്ക്സിൽ ഫിലോസഫി കമ്പൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ്, പിന്നെ ഹിസ്റ്ററി കമ്പൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്, പൊളിറ്റിക്സ് കമ്പൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ അവരവരുടെ പോംസിനകത്ത് എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യും. പൊളിറ്റിക്സിനെ കുറിച്ചാണെങ്കിലും ഹിസ്റ്ററിയെ കുറിച്ചാണെങ്കിലും ഫിലോസഫിയെ കുറിച്ചാണെങ്കിലും വിഷ്വൽ ആർട്സിനെ കുറിച്ചാണെങ്കിലും ഫെമിനിസത്തിനെ കുറിച്ചാണെങ്കിലും എല്ലാം ഇത്രയും കാര്യങ്ങൾ അവരവരുടെ വർക്ക്സിനകത്ത് എന്ത് ചെയ്യും, അഡ്രസ് ചെയ്യും. ഇത്ര ഇഷ്യൂസ് അവർക്ക് അതിനൊരു പ്രത്യേക കഴിവാണുള്ളത്. സോ അവരെ നമുക്ക് ഫിലോസഫർ എന്നും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം, ആസ് വെൽ എസ് പോയിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അവരുടെ ലാംഗ്വേജിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് അവരൊരു പാട്ട് എഴുതുന്ന രീതിയിലാണ്, ഒരു സോങ് പോലെയാണ് അവരുടെ പോംസ് അവർ എഴുതുന്നത്. പിന്നെ അവരുടെ പോംസിലൂടെ ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വർക്ക്സിലൂടെ അവർ അഡ്രസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെദർ ലാംഗ്വേജ് സ്പീക്സ് അസ് ഓർ വി സ്പീക്ക് ലാംഗ്വേജ്. അതായത് നമ്മളെ ഭാഷ കൈകാര്യം ചെയ്യുവാണോ അതോ നമ്മളാണോ ഭാഷ കൈകാര്യം ചെയ്യുന്നത്? വെദർ ലാംഗ്വേജ് സ്പീക്സ് അസ് ഓർ വി സ്പീക്ക് ലാംഗ്വേജ്. അതായത് ലാംഗ്വേജിന്റെ കാര്യത്തിനെ കുറിച്ച് പറയാണ്, നമ്മുടെ ഭാഷയെ കുറിച്ച് പറയാണ്. ഭാഷ നമ്മളെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതോ നമ്മളാണോ ഭാഷയെ കൺട്രോൾ ചെയ്യുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവരുടെ പോംസിനകത്തെല്ലാം അവരുടെ പോംസ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു തിയറി എന്ന് വെച്ചാൽ ഈ ഒരു കാര്യമാണ്. ലാംഗ്വേജ് നമ്മളെയാണോ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ ലാംഗ്വേജിനെയാണോ കൺട്രോൾ ചെയ്യുന്നത്? ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് അവരുടെ ഒരു തിയറിയാണ് മിസ് പറഞ്ഞത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം ഉണ്ടല്ലോ, പാസ്റ്ററൽ എന്നുള്ള പോം, അവരുടെ ഒരു കളക്ഷനകത്ത് എടുത്തിട്ടുള്ളതാണ്. പോയട്രി കളക്ഷൻ ഉണ്ട്. ആ പോയട്രി കളക്ഷന്റെ പേര് സെലക്ടഡ് പോംസ് എന്നാണ്. അതിനകത്ത് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ പോംസ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള പോംസ് ആണ്. ലിറിക്കലാണ്, അതായത് സോങ് ക്വാളിറ്റി ഉണ്ട്, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് ഉണ്ട്. പിന്നെ ഡെനിസ് റൈലിയുടെ പോംസിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെപ്പോഴും ഒരു റിയാലിറ്റി ആൻഡ് ഡ്രീം, അത് തമ്മിലുള്ള ഒരു മിക്സ് ആയിരിക്കും എല്ലാ പോയംസും. റിയാലിറ്റിയും ഡ്രീമും തമ്മിലുള്ള മിക്സ് ആയിരിക്കും ഇവരുടെ എല്ലാ പോയംസും. അപ്പൊ നമുക്ക് ഈ പഠിക്കാനുള്ള ഒരു പോയം ഉണ്ടല്ലോ, ആ ഇതിനകത്ത് ഇവർ പറയുന്നുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പാർട്ടിനകത്ത് പോയത്തിനകത്ത് ഇവരെ തന്നെ ഒരു ഹോക്കായിട്ട് കമ്പയർ ചെയ്യുവാണ്. ഹോക്ക്, HAWK. സെക്കൻഡ് പാർട്ട് ഓഫ് ദ പോയമിനകത്ത് ദ പോയറ്റ് എന്താണ്, പ്രസൻസ് ഹെർസെൽഫ് ആസ് എ വൺ ഐഡ് വുമൺ. ഒരു കണ്ണ് മാത്രമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ പോയമിൽ ഇവര് സ്വയം പ്രസന്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പോയമിൽ ഇവർ ഹോക്ക് ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പോയത്തിനകത്ത് ഇവർ വൺ ഐഡ് വുമൺ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു പോയത്തിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്, റോസ്, ലോറ ആൻഡ് ജേക്കബ്. ഇതിൽ ജേക്കബ് എന്ന് പറയുന്ന കുട്ടി ഒരു ഹാർട്ട് ഫെയിലിയർ വന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് 2008 ഇവർക്ക് ജേക്കബ് എന്നുള്ള കുട്ടിയെ അങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പം ഈ ഒരു പാസ്റ്ററൽ പോയമിന്റെ ലാസ്റ്റ്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മക്കളെ കുറിച്ചും ജേക്കബിന്റെ ഡെത്തിനെ കുറിച്ചും ഒക്കെ ഇവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞല്ല, അതിനെ ഒരു ആക്സിഡന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കുട്ടി മരിക്കുന്നുണ്ടെന്ന് എന്താ പറയാ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും ഒരു ഹിഡൻ ആയിട്ടൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ജേക്കബിന്റെ മരണം ഇവരെ വളരെയധികം എന്താ പറയാ, വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഗ്രീഫിനെ കുറിച്ചും ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പോയത്തിനകത്ത് പറയുന്നുണ്ട്. ഡെത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡെത്ത് എന്ന് പറയുന്നത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെത്ത് എന്ന് പറയുന്ന ഒരു റോങ് വേർഡാണ്. ആരും മരിച്ചു പോകുന്നില്ല, ജസ്റ്റ് ആളുകളെല്ലാവരും വാനിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യുന്നതാണ് ആര് പറയുന്നത്, ഡെനിസ് റൈലി പറയുന്നത്. ഓക്കെ, അപ്പം
ആ ഒരു ഗ്രീഫിനെ കുറിച്ച് മകന്റെ മരണത്തിന്റെ ആ ഒരു ഗ്രീഫിനെ കുറിച്ചും നമുക്ക് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പോയത്തിനകത്ത് കാണാൻ പറ്റും. പിന്നീടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡെനിസിന്റെ പോംസിനകത്തെല്ലാം ഐ എന്നുള്ള പ്രോനോൺ ആണ് ഇവരെപ്പോഴും യൂസ് ചെയ്യുന്നത്. ഐ എന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോയത്തിനകത്തും കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ നമുക്കിനി പോയത്തിലോട്ട് വരാം. അപ്പം മിസ് ഒരു അപ്രീസിയേഷൻ പോലെ പറഞ്ഞു തരുവാണ് കേട്ടോ, ഒരു സമ്മറി പോലെ പറയുവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ത് പറയണം, സമ്മറി ഒരു ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പോം എന്ന് പറയുന്നത് അവരുടെ വർക്ക്സിനെ കുറിച്ച്, അവരുടെ സ്പെഷ്യൽ ക്വാളിറ്റീസോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക. പിന്നെ ഇവരുടെ പോയട്രി എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, അൺസെന്റിമെന്റൽ പോയട്രിയാണ്. വായിക്കുമ്പം നമുക്കൊരു വല്ലാത്തൊരു ക്രൂവൽറ്റി ഒക്കെ ഫീൽ ചെയ്യാം. അതായത് വളരെ ഇമോഷൻലെസ് ആയിട്ട് എഴുതി പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഇവരങ്ങ് സെലിബ്രേറ്റ് ചെയ്തങ്ങ് എഴുതും. അതായത് ചില ആളുകളുണ്ട്, ചില പോംസ് എഴുതുമ്പോൾ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവാൻ പറ്റത്തില്ല. അതുപോലാണ് ഇവർ എഴുതിയേക്കുന്നത്. അവർ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് പിന്നീട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് നമുക്കൊരു ഹിന്റ് കിട്ടുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് ഒക്കെയുള്ള പോംസ് ആണ് ഇവരുടേതെന്ന് പറയുന്നത്. വളരെയധികം വെർബൽ എനർജി, അതായത് വളരെയധികം കട്ടിയുള്ള വാക്കുകളൊക്കെ ഇവർ യൂസ് ചെയ്തും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രീഫാണ് ഒരു ഡെനിസ് റൈലിയുടെ പോംസിലെയൊക്കെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാസ്റ്ററൽ പോം എന്ന് പറയുന്നത് എന്താണ്, ആരെക്കുറിച്ചാണ്? ജേക്കബിന്റെ മരണം, അൺടൈംലി ഡെത്ത് എന്ന് നമുക്ക് പറയാം. അതായത് പെട്ടെന്നുള്ള മരണമായിരുന്നു, ഹാർട്ട് ഫെയിലിയർ ആയിരുന്നു, കുളിക്കുന്ന ടബിൽ മരിച്ച് വീണ് കിടക്കുകയായിരുന്നു. ഓക്കെ, 2008. സോ ഫസ്റ്റ് പോം എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോക്കായിട്ട് പോയറ്റ് കുറെ ഫാമേഴ്സിനെ അല്ലെങ്കിൽ ഷെപ്പേർഡ്സിനെ വ്യൂ ചെയ്യുന്ന പോലാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പോം ഡീൽ ചെയ്യുന്നത്. പാസ്റ്ററൽ ഇമേജ് ആണ് മിസ് പറഞ്ഞു. അതായത് ഷെപ്പേർഡ്സിനെ നോക്കിക്കൊണ്ടാണ്, ഷെപ്പേർഡ്സിനെ കുറിച്ചാണ് ഈ പോയറ്റ് പോം എഴുതിയേക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ. പോയറ്റ് സ്വന്തമായിട്ടൊരു ഹോക്കിനെ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബേർഡിനെ പോലെ കമ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഹോക്കായിട്ട് ഈ പോയറ്റ് ഇങ്ങനെ ആകാശത്തിലൂടെ പറന്ന് നടന്ന് ആരെയാണ് നോക്കുന്നത്? ഈ ഷെപ്പേർഡ്സ് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ഷെപ്പേർഡ്സിന്റെ ലൈഫ്, സിമ്പിൾ ലൈഫ് നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. ഫാമേഴ്സ് അല്ലെങ്കിൽ ഷെപ്പേർഡ്സ് അവരുടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അത് ആര് കാണുന്നുണ്ട്? അത് നമ്മുടെ ഹോക്ക് കാണുന്നുണ്ട്. സോ ഹോക്ക് ഇങ്ങനെ നോക്കുവാണ്. ഹോക്ക് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ നമ്മുടെ പോയറ്റ് ഹെർസെൽഫാണ്. ആൻഡ് അവർ പറയുവാണ്, ആളുകൾ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ മുഴുകി നിൽക്കുന്നത് കൊണ്ട് ആ ഷാഡോസ് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഷാഡോസ് എന്ന് പറയുന്നത് പെനിൻസുല പോലെയാണ്. പെനിൻസുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം രണ്ട് സീയുടെ നടുക്ക് ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പെനിൻസുല എന്ന് പറയാം. സോ ആ ഷാഡോസ് എന്ന് പറയുന്ന ഒരു പെനിൻസുല അല്ലെങ്കിൽ ഒരു പെനിൻസുല എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് ലാൻഡ് പോലെയാണ്. പീസ് ഓഫ് ലാൻഡ് ബിറ്റ്വീൻ ടു സീസ്. ഓക്കെ, അതുപോലെയായിട്ടാണ് ആർക്ക് തോന്നുന്നത്? നമ്മുടെ റൈറ്ററിന് തോന്നുന്നത്. ആരുടെ ഷാഡോസ് ആണ്? അഗ്രികൾച്ചറൽ ഫാമേഴ്സിന് അല്ലെങ്കിൽ ഷെപ്പേർഡ്സിന്റെ ഷാഡോസ്. അപ്പൊ ഈ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഈ പെനിൻസുല എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാൻഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വെൽഷ് ലാൻഡ് എന്ന് പറയാം. അതായത് ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ് ഈ പെനിൻസുല. അതായത് ആ ഒരു ഷാഡോ കാണുമ്പോൾ അവർക്ക് എന്ത് സ്ഥലമാണ് ഓർമ്മ വരുന്നത്? ഒരു ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ് ഓർമ്മ വരുന്നത്. ആരുടെ ഷാഡോ കാണുമ്പം? നമ്മുടെ ഷെപ്പേർഡ്സിന്റെ ഷാഡോ കാണുമ്പം. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യുവാണ്? ഇവരുടെ ലൈഫ്, വേ ഓഫ് ലൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ദെൻ ആ സമയത്ത് ഇവർ ഹോക്കായിട്ടാണ് ഇതെല്ലാം നോക്കുന്നതെന്നാണ് പറയുന്നത്, കമ്പയറിംഗ് ഹെർസെൽഫ് ടു ദി ഹോക്ക്. അപ്പൊ ഈ ഹോക്കിന്റെ പ്രത്യേകത എന്താണ്? ലാൻഡിന്, അതായത് വളരെയധികം ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു ബേർഡാണ്. അത് അതിന് ആരെ നോക്കി നടക്കുവാണ്? അതിനൊരു പ്രേ നോക്കി നടക്കുവാണ്. സോ ഇൻഫാക്ട് ഇവിടെ ആരാണ്? ദ പോയറ്റ് ഹെർസെൽഫ് ഐഡന്റിഫൈസ് വിത്ത് ദി ഹോക്ക്. അത്രേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് പാർട്ടിൽ. പിന്നെ പറയുവാണ്, സെക്കൻഡ് പാർട്ടിൽ ആ ഒരു സെക്കൻഡ് സ്റ്റാൻസൊക്കെ വരുമ്പോഴത്തേക്ക് പറയുവാണ്, ആളുകളുടെ പെർസെപ്ഷൻസ് അല്ലെങ്കിൽ ആളുകളുടെ ധാരണയെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. എന്നെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്നോ അത് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. സോ ആളുകളുടെ പെർസെപ്ഷൻസ് എന്ന് പറയുന്നത്, പെർസെപ്ഷൻസ് മനസ്സിലാക്കി എടുക്കാൻ അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് എ മാൻസ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് എ മാൻസ് തോട്ട്സ്, അതെന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അക്കോർഡിംഗ് ടു ദി പോയറ്റ്. അത് ആളുകൾക്ക് പെർസെപ്ഷൻസ് അല്ലെങ്കിൽ ധാരണകൾ മാറിയിരിക്കാം. ചിലപ്പോൾ നമ്മളൊരാളെ നല്ലതായിട്ട് വിചാരിക്കും, ചിലപ്പോൾ ചില ആളുകൾ നമ്മുടെ അഭിപ്രായം മാറി അയാൾ പന്നലാന്ന് നമ്മുടെ വായിന്ന് തന്നെ വീഴുകയും ചെയ്യും. സോ ആളുകളുടെ പെർസെപ്ഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യാനെന്നാണ് ആര് പറയുന്ന പോയിട്ട് പറയുന്നത്. സോ അതിപ്പം പറയുവാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് പോയിട്ട് പറയുവാണ്, എനിക്കൊരു ഹയേർഡ് കാറിൽ, അതായത് വാടകയ്ക്കെടുത്ത വണ്ടിയിൽ യാത്ര ചെയ്യാൻ വളരെയധികം പേടിയാണ്. കാരണം എന്താണ്? ആ കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ, കാറിന് ബ്രേക്ക് ഉണ്ടെന്നോ, കാറിന് ഇനി ആക്സിഡന്റ് ഉണ്ടാക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. അതുപോലെയാണ് ആളുകളുടെ പെർസെപ്ഷൻസും. മാഞ്ഞ് മറിഞ്ഞിരിക്കും, അല്ലെ? മറിഞ്ഞിങ്ങനെ മാറി പോയേക്കാം. സോ ഒരു കോട്ടിടുന്ന ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ഞാൻ ബെഡിൽ കിടന്നുറങ്ങുന്ന അത്രയും ഈസിനെസ്സോടുകൂടി അല്ലെങ്കിൽ അത്രയും കംഫോർട്ടോടുകൂടി ഞാൻ ഒരിക്കലും ഒരു റെന്റഡ് വെഹിക്കിളിൽ ട്രാവൽ ചെയ്യത്തില്ല എന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവര് 3 മക്കളും ഇവരും കൂടി
ഒരു കാറിൽ ട്രാവൽ ചെയ്യുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. റോസ് റൈലി എന്നും പറഞ്ഞ് ഇവരുടെ മകളെ എവിടെ പോയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോള് കാറിന്റെ ബാക്കിൽ ഇരിക്കുവാണ്. അവരൊരു നാരോ മൗണ്ടനിൽ പൊക്കോണ്ടിരിക്കുവാണ്, കാർ ഓടിച്ച് പൊക്കോണ്ടിരിക്കുവാണ്. ആ നാരോ മൗണ്ടന്റെ അവിടെ ലെഫ്റ്റും റൈറ്റും എന്താണ്, ഫുൾ ഓഫ് ഫാം ലാൻഡ്സ് ആണ്. അപ്പോൾ പോയിട്ട് ഇങ്ങനെ പറയുവാണ്, ഈ ഒരു ജേർണി എന്ന് പറയുന്ന റോഡ് സ്മൂത്ത് ആണെങ്കിലും ജേർണി എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഡിഫിക്കൽട്ട് ആൻഡ് ന്യൂ ആണ്. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ഡേഞ്ചറസ് ജേർണിയാണ് ഈ ഒരു മൗണ്ടനിലൂടെ പോകുന്നത്. എന്നിട്ട് പറയുവാണ്, റീഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറയുവാണ് എന്താണ്, ഇങ്ങനെയുള്ള കാറുകൾ, അതായത് റെന്റഡ് വെഹിക്കിൾസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കണേ എന്ന് ആരോട് പറയുവാണ്, റീഡേഴ്സിന്റെ അടുത്ത് പറയാണ്. ലുക്ക് ഔട്ട് ഫോർ ദിസ് കൈൻഡ് ഓഫ് വെഹിക്കിൾസ് എന്ന് ആര് പറയുവാണ്, പോയിട്ട് പറയുവാണ്. സഡൻലി എന്ത് ചെയ്യുന്നുണ്ട്, റോഡിൽ നിന്ന് സ്ലിപ്പായി വണ്ടി എന്ത് ചെയ്യാണ്, സ്പിൻ ഔട്ട് ചെയ്യുവാണ്. വണ്ടി പുറത്തോട്ട് എന്താണ്, ആ കൊക്കയിലോട്ട് വീഴുന്ന ആ ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. കൊക്കയിലോട്ട് വീഴുവാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സഡൻലി അവിടെ ഹാപ്പൻ ചെയ്യുവാണ്. ആ ഒരു റോഡിന്റെ സ്മൂത്ത്നെസ്സിൽ നിന്ന് കാർ അങ്ങ് വിട്ടുപോവാണ്, സ്ലിപ്പായി പോവാണ്. എന്തോ ഒരു ഡ്രീമിനകത്ത് പെട്ട പോലെയാണ് പോയിട്ടിന് ആ സമയത്ത് ഫീൽ ആയത്. ആ ഒരു നറേഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ആൻ ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു സഡൻ ആക്സിഡന്റ് ഹാപ്പൻഡ് ദെയർ. ഓക്കെ, അതൊരു ഡ്രീം പോലെയാണ് ആര് കമ്പയർ ചെയ്യുന്നത്, നമ്മുടെ പോയിട്ട് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ അൺസെന്റിമെന്റൽ എന്ന് പറയുന്നേടാ. ഒരു ആക്സിഡന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ സാധാരണയുള്ള പോയിറ്റ്സ് അതിനെ ഭയങ്കരധികം വിഷമിച്ചോ അല്ലെങ്കിൽ പേടിപ്പിച്ചും പറയുമ്പോൾ ഇവരെന്താണ്, ഒരു ഡ്രീം പോലെ അതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് പോയിട്ട് പറയുകയാണ്, പോയിറ്റിന് അറിയത്തില്ല ഇത്രയും അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജേർണിയാണ്, എന്തുകൊണ്ടാണ് അത് എനിക്ക് ഹാപ്പൻ ചെയ്തതെന്നും ആർക്കും അറിയത്തില്ല, പോയിറ്റിന് അറിയത്തില്ല. പക്ഷെ പോയിറ്റിന് അതൊരു ഡ്രീം പോലെയാണ് തോന്നിയത്. ഈ ഒരു ആക്സിഡന്റ് ഒരു ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ കണ്ട പോലെ, ഡ്രീമിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും. എന്തോ ഒരു വൈറ്റ് ലൈറ്റ് കണ്ടതുപോലെയാണ് ഈ ഒരു ആക്സിഡന്റ് ആർക്ക് ഫീൽ ചെയ്ത്, പോയിട്ടിനും ഫീൽ ചെയ്ത്. അവൾ ഒന്ന് ഉറങ്ങി എണീറ്റ പോലെയൊക്കെയാണ് തോന്നിയത്. അതായത് ആ ഒരു ഷോക്കിൽ നിന്ന് ചിലപ്പോൾ ബോധം കെട്ടിട്ട് ബോധം വന്നത് ആ ഒരു ഫീലിനെയാണ് ഇവർ പറയുന്നത്. ആൻഡ് എന്നിട്ട് പറയുവാണ്, ഞാൻ ഉണർന്നപ്പോൾ ഞാനൊരു സ്മൈലോട് കൂടിയാണ് ഈ ഒരു ആക്സിഡന്റിനെ കണ്ടതെന്ന്. അതായത് ഞാൻ ഉണർന്നത് ഒരു പുഞ്ചിരിയോട് കൂടിയാണെന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. അതായത് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് ചിലപ്പോൾ ഇവർക്ക് അവരുടെ മൈൻഡിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കാം. ഓക്കെ, സോ ഒരു സ്മൈലോട് കൂടിയാണ് ഞാൻ ഉണരുന്നതെന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. ഇതിനെ ഒരു ഹോംലി ആക്സിഡന്റ് എന്നാണ് പോയിട്ട് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. ഹോംലി ആക്സിഡന്റ് എന്ന് വെച്ചാൽ എന്താ, ബിക്കോസ് ഷീ വാസ് ട്രാവലിംഗ് വിത്ത് ഹർ ഫാമിലി ആൻഡ് ഹർ ചിൽഡ്രൻ. അതുകൊണ്ട് ഇതൊരു ഹോംലി ആക്സിഡന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താ, ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട്. ആൻഡ് എന്താണ് പറയുന്നത്, ഇൻ ഷോർട്ട് ടൈം പോയിട്ട് പിന്നെ പറയുവാണ്, അവളുടെ 2 കണ്ണിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു ആക്സിഡന്റിൽ. അപ്പം ആക്സിഡന്റിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടേക്കുവാണെന്നാണ് ആ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. സോ ഷീ കനോട്ട് സീ പ്രോപ്പർലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ എന്നുള്ളത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദി ആക്സിഡന്റ്, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ഹർ ചിൽഡ്രൻ എന്നുള്ളത് പിന്നെ ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. അവരുടെ കണ്ണ് ഒരെണ്ണം നഷ്ടപ്പെട്ടു. ഒരു കണ്ണ് ഇല്ലെങ്കിലും എന്താണ്, മറ്റൊരു കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും ഡാർക്ക്നെസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. സോ ഈ ഒരു പാർട്ടിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാം. വൺ കൈൻഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്, suppose we can imagine that she has lost one of her children. അതാണ് കണ്ണ്. ഇപ്പം കണ്ണുകൾ എന്ന് പറയുമ്പം പേരൻസിന് എന്താണ്, മക്കളെന്ന് പറയുന്ന 2 കണ്ണുകൾ പോലെയാണ്, അത്രയധികം പ്രഷ്യസ് ആണ്. അപ്പോൾ ഒരു കണ്ണ് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഒരു കുട്ടി മരിച്ചു എന്നുള്ള മീനിങ് നമുക്ക് എടുക്കാം ആ ഒരു ആക്സിഡന്റിൽ. ഓക്കെ, സോ ഇവിടെ പറയുവാണ്, എൻ്റെ ഒരു കണ്ണ് പോയി, പക്ഷെ ഒരു കണ്ണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മറ്റ് 2 കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ട് കാണും, ഒരു കണ്ണ് നഷ്ടപ്പെട്ട് കാണും. അതായത് ഒരു കുട്ടി മരിച്ചു കാണും. ജേക്കബ് മരിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം റോസ്, ലോറ ആൻഡ് ജേക്കബ് എന്നാണ് പോയിട്ടിന്റെ കുഞ്ഞുങ്ങളുടെ പേര്. അപ്പൊ ജേക്കബ് 2008 അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു അൺടൈംലി ഡെത്ത് ഫേസ് ചെയ്തു, അല്ലെ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഈ ഒരു ഇൻസിഡന്റ് ആയിരിക്കാം പോയിറ്റിനെ കൊണ്ട് ഈ ഒരു പോം എഴുതിക്കാൻ ചിലപ്പോൾ പ്രോംപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വൺ ഐഡ് വുമൺ എന്ന് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ആ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു സോറോ, ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു. സോ ഇനി ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ പോയിട്ട് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് തന്നെ ഷീ ഈസ് കമ്പയറിംഗ് ഹെർസെൽഫ് ടു എ സ്നോമാൻ. സ്നോമാൻ എന്ന് പറയുമ്പോൾ നിനക്കറിയാമല്ലോ, സ്നോമാൻ അതൊരു മഞ്ഞ് മനുഷ്യനെ പോലെ കമ്പയർ ചെയ്യുവാണ്. ക്രൈയിങ് സ്നോമാൻ ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തേക്കുന്നത്. അതായത് കണ്ണിന് പകരം നമ്മൾ സ്നോമാനെ ഉണ്ടാക്കുന്ന അറിയാലോ, കണ്ണിന് പകരം എന്തെങ്കിലുമൊക്കെ തടിക്കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലൊക്കെ വെച്ച് കൊടുക്കും നമ്മൾ. മൂക്കിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിക്കായിരിക്കും വെച്ച് കൊടുക്കുന്നത്. സോ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ആ സ്നോമാന് കണ്ണില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ആര്, നമ്മുടെ പോയിട്ട് പറയുന്നത്. സ്നോമാന് കണ്ണിന് പകരം ഒരു കത്തിക്കരിഞ്ഞ ഒരു കോൾ പീസ് അല്ലെങ്കിൽ കൽക്കരിയാണ് കണ്ണിന് ഓരോ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ മീനിങ്, കണ്ണ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മകൻ മരിച്ചു, ആ ഒരു ഗ്രീഫോടുകൂടി വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ അവൾ പറയുവാണ്, ആസ് ഇഫ് ഐ ആം ലിവിങ് ഇൻ എ സിൽവർ ഹൂപ്പ്. സിൽവർ ഹൂപ്പ് എന്ന് വെച്ചാൽ ഈ സർക്കിളിലുള്ള കമ്മലുകളില്ലേ, വളയം കമ്മലുകൾ,
അതിനെയാണ് സിൽവർ ഹൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി നെറ്റിനകത്ത്. അപ്പൊ ആ ഒരു സിൽവർ ഹൂപ്പിന് അകത്ത് പെട്ടുപോയ ഒരു സ്ത്രീയെ പോലെ, അതായത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ആൻഡ് ഷീ ഈസ് വണ്ടറിങ് വെദർ സംബഡി വിൽ ബി ഹെൽപ്പിംഗ് ഹർ ഓർ സംബഡി വിൽ ഹെൽപ്പ് ഹർ ഔട്ട് ഓഫ് ദിസ് ഗ്രീഫ്. ആരെങ്കിലും എന്നെ സഹായിക്കാൻ വരുമോ, എന്നെ ഈ വിഷമത്തിൽ നിന്ന് എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് സഹായിക്കാൻ വരുമോ എന്ന് ആര് ചോദിക്കുവാണ്. ആൻഡ് ഇൻസൈഡ് ഹർ ഐ, അത് എന്താണ്, ആ ഒരു നഷ്ടപ്പെട്ട കണ്ണിലൂടെ അല്ലെങ്കിൽ മറ്റേ കണ്ണിലൂടെ ഇവർക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്നുണ്ട്, സൂര്യന്റെ പല കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റേ അൺഹാംഡ് ഐയിലൂടെ, അതായത് നഷ്ടപ്പെടാത്ത കണ്ണിലൂടെ. അപ്പം ആ കളേഴ്സിനെ കുറിച്ചാണ് പിന്നീട് സ്റ്റാൻസയ്ക്കകത്ത് വിവരിക്കുന്നത്. സണ്ണിന്റെ കളേഴ്സ് ബ്രൗൺ ആയിട്ട് മാറുന്നുണ്ട്, റെഡ് ആയിട്ട് മാറുന്നുണ്ട്, വയലറ്റ് കളറായിട്ട് മാറുന്നുണ്ട്, പിന്നെ ഔക്ക കളറായിട്ട് മാറുന്നുണ്ട്. ഔക്ക കളർ എന്ന് വെച്ചാൽ OCHRE, ഔക്ക കളർ എന്ന് പറഞ്ഞാൽ അതിനെ ഔക്ക എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. റെഡിഷ് ഗോൾഡൻ കളറിലോട്ട് സൺലൈറ്റ് സൺ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഇവിടെ ഈ പല കളേഴ്സ് വരുന്നത്. അപ്പൊ ആ കളേഴ്സ് അത്രയും കാണുന്നുണ്ട്. ആര് കാണുന്നുണ്ട്? നമ്മുടെ കണ്ണിലൂടെ, ഒരു കണ്ണിലൂടെ ആര് കാണുന്നുണ്ട്? പോയിട്ട് കാണുന്നുണ്ട്. സോ ഈ കളേഴ്സ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുവാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു വാച്ച് ദ സൺ. ഈ കളേഴ്സ് എല്ലാം പെട്ടെന്ന് കാണാൻ ആർക്ക് പറ്റുന്നില്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ആർക്ക് തോന്നുവാണ്? പോയിട്ടിന് തോന്നുവാണ്. മേ ബി നമുക്ക് പറയാൻ ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്സിൽ ഇവർ പലതും ഇമാജിൻ ചെയ്ത് നോക്കുകയായിരിക്കാം. സോ ഇവർ പറയുവാണ് അവരുടെ ആ ഒരു കണ്ണിന്റെ കൃഷ്ണമണി, ഐറിസ് ഉണ്ടല്ലോ, ഐറിസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്, കണ്ണിനകത്തെ ആ സംഭവം. ഐറിസ് ഡാമേജ്ഡ് ആയി. ആ ഡാമേജ്ഡ് ആയ ഐറിസ് ഇപ്പോൾ ഒരു ഇൻസെക്റ്റിനെ പോലെ, അല്ലെങ്കിൽ ഒരു ചിറക് നഷ്ടപ്പെട്ട ഒരു ഇൻസെക്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്റെ കണ്ണെന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ണിലൊരു ഇറിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അത് ഇഞ്ചേർഡ് ആയതുകൊണ്ട്, കണ്ണ് ഇഞ്ചേർഡ് ആയി പോയതുകൊണ്ട്. പക്ഷെ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, പോയിട്ടിന് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ പറയുകയാണ് എന്താണ്, അവളുടെ കണ്ണിന്റെ കൃഷ്ണമണി ബ്ലാക്ക് ആണ് അല്ലേ, അതിനകത്തൂടെ ബ്രൗൺ കളർ, ഗ്രീൻ കളറൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാനതെല്ലാം, അല്ലെങ്കിൽ പോയിട്ട് അതെല്ലാം ഇങ്ങനെ സഫർ ചെയ്യുവാണ് സൈലന്റ് ആയിട്ട്. ആ ഒരു കണ്ണ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ ആ നഷ്ടപ്പെട്ട കണ്ണിലൂടെ എന്താ പറയാ, വേദനയും സഹിച്ച് അവരെന്താണ് പല കളറുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നുമായിരിക്കും വേദനയിലൂടെ. ആക്സിഡന്റ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പക്ഷെ എനിക്ക് അവിടെ നല്ലപോലെ വേദന എടുക്കുന്നുണ്ട്. ആ വേദന എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്, ഞാൻ ശരിക്കും മരിച്ചിട്ടില്ല. ഐ ആം ഇൻസൈഡ് മൈ ഫിസിക്കൽ ബോഡി. എനിക്ക് ബോഡി ഉണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്കലി പെയിൻ സഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ച മീനിങ് എന്താണ്, ഐ ആം സ്റ്റിൽ അലൈവ് എന്നാണ്. അപ്പൊ എനിക്ക് വേദനയിലൂടെ മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലാവുന്ന എന്താണ്, എനിക്ക് ബോഡി ഉണ്ടെന്നുള്ള കാര്യം, ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം. എനിക്ക് വേദന ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഫിസിക്കൽ വേദന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബോഡിലി പെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ കൺക്ലൂഡിംഗ് പാർട്ടിൽ പറയുന്നത് എന്താണ്, പോയിട്ട് എന്ത് ചെയ്യാണ്, അവസാനം അവർ സ്വയം ആശ്വസിക്കുകയാണ്, കൺസോളിങ് ഹേർസെൽഫ് ആണ്. അതായത് ഐസ് ഒക്കെ പെട്ടെന്ന് തന്നെ ശരിയായിട്ട് വരും. കാരണം ഒരു കണ്ണുണ്ടല്ലോ, മറ്റേ കണ്ണ് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാമായിരിക്കും, റീഗെയിൻ ചെയ്യാൻ സൈറ്റ്. എന്നിട്ട് പിന്നെ അവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഗ്രീഫും അതുപോലെ തന്നെ കണ്ണ് ശരിയാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മീനിങ് എന്താണ്, അവരുടെ വേദന അവർക്ക് മറക്കാൻ സാധിക്കുമായിരിക്കും ഇങ്ങനെയുള്ള പോയംസ് എഴുതുന്നതിലൂടെ. അവരൊരു ഹോപ്പ്, അതായത് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇമാജിനേഷനിലൂടെ ഇങ്ങനെയുള്ള പാസ്റ്ററൽ പോയംസ് എനിക്കിനി കമ്പോസ് ചെയ്യാൻ പറ്റുന്നതിലൂടെ എനിക്ക് എൻ്റെ മകൻ മരിച്ച ഗ്രീഫ് എന്ത് ചെയ്യാൻ പറ്റും, തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഈ പോം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം ഏത് സോങ് കളക്ഷനിൽ നിന്ന് എടുത്തു അവരെ കുറിച്ചൊന്ന് പഠിക്കുക. അവരാരാണ്, ഹൂ ഈസ് ഡെനിസ് റൈലി, അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് പോമാണ്, പിന്നെ അവരുടെ പോംസിന്റെ തിയറി എന്താണ്, അതായത് ലാംഗ്വേജ് നമ്മൾ സ്പീക്ക് ചെയ്യുകയാണോ അതോ ലാംഗ്വേജ് നമ്മളെ കൺട്രോൾ ചെയ്യുകയാണോ, നമ്മൾ ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യുകയാണോ, ആ ഒരു പോയിന്റ് മറക്കാതെ പഠിച്ചു നോക്കുക. ഓക്കെ.